മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതോടെ ഏവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ്. കലാപം പൊട്ടിപ്പുറപ്പെട്ട നാളുകളിൽ തന്നെ മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചതാണ്. എന്നാൽ കലാപം ഉടൻ ശാന്തമാകുമെന്ന് പറഞ്ഞ് 20 മാസത്തിലധികം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. നൂറുകണക്കിന് നിരപരാധികളുടെ ജീവൻ മണിപ്പൂർ താഴ്വരയിൽ പൊലിഞ്ഞു വീഴാൻ കാത്തിരിക്കുകയായിരുന്നോ BJP സർക്കാർ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒടുവിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും മണിപ്പൂർ സർക്കാരും സംയുക്തമായി നടത്തിയ നാടകത്തിന്റെ അന്ത്യത്തിലാണ് മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് രാജിവെച്ച് ഒഴിഞ്ഞത്. എന്തായാലും മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ആവശ്യമാണ് ഇവിടെ നടപ്പിലായത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അധിക നാൾ രാഷ്ട്രപതി ഭരണം പ്രായോഗികമല്ല. ഇതോടെ മാസങ്ങൾക്കുള്ളിൽ മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇനി BJPക്ക് മണിപ്പൂരിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ 2 സീറ്റുകളിലും വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ BJPക്ക് നിലം തൊടാനാകില്ല. ഇതിനു പുറമെ കലാപം ശക്തി പ്രാപിച്ച വേളയിൽ മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി ആ താഴ്വര ശാന്തമാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നിരുന്നു. പിന്നീട് 2 വട്ടം കൂടി രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തിക്കൊണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ മണിപ്പൂരിൽ നിന്ന് തൂത്തെറിയാൻ കോൺഗ്രസിന് സാധിച്ചത്. എന്നാൽ ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും മണിപ്പൂരിലേക്ക് പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ബീരേൻ സിംഗ് പടിയിറങ്ങുമെന്ന് അന്നേവരും പ്രതീക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടത്തി മണിപ്പൂരിലെ വലിയ തോൽവി ഏറ്റുവാങ്ങി 6 മാസം കൂടി മുഖ്യമന്ത്രി കാത്തിരുന്നു. ഒടുവിലാണ് നാടകീയമായി അദ്ദേഹം രാജിവെച്ചത്. 2 വർഷം ഇനിയും മണിപ്പൂർ സർക്കാരിന് ബാക്കി നിൽക്കുന്നുണ്ട്. അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് മണിപ്പൂരിൽ BJP നേടിയത്. അന്ന് ഈ കലാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള 60 നിയമസഭാ സീറ്റുകളിൽ 37ലും BJPയാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളും തൂത്തുവാരിയ കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 5 സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. എങ്കിലും BJPയുടെ ദുർഭരണത്തിനെതിരെ ജനരോഷം അണപൊട്ടിയൊഴുകിയ ഒരു അവസ്ഥയിലൂടെയാണ് BJP ഇപ്പോൾ കടന്നു പോകുന്നത്. നിലവിൽ 6 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം 2 അക്കത്തിനപ്പുറം എത്തിക്കാൻ BJP നന്നായി പാടുപെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ കരുതലിലാണ് മണിപ്പൂരിൽ ചെറിയ കാലത്തിലേക്കെങ്കിലും സമാധാനത്തിലേക്ക് വഴിമാറിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിനും മുമ്പും പിമ്പും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. BJPയുടെ വിലക്ക് മറികടന്ന് കലാപത്തിനിരകളായ 2 വിഭാഗങ്ങളെയും രാഹുൽ ഗാന്ധി കാണുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അത് വലിയ ആശ്വാസമായിരുന്നു അവർക്ക്. അതിന്റെ ബാക്കിയായിട്ടാണ് വെറും 5 സീറ്റ് മാത്രം നിയമസഭയിലുള്ള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കി കരുത്തു കാട്ടിയത്. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയും ഏറ്റുവാങ്ങിയത്. ആദ്യമായി കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണത്തിൽ ഒറ്റ അക്കത്തിലേക്ക് മാറിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ മാനക്കേടിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഒരു സുവർണ അവസരമാണ് കോൺഗ്രസിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. മണിപ്പൂരിനെ ശാന്തിയുടെ പാതയിലേക്ക് നയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂവെന്ന് മണിപ്പൂർ ജനത ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്.